ഈ OTT റിലീസ് ഒക്കെ അതെ അതെ അത് മാത്രല്ല റിവ്യൂകളും ഒരുപാട് ആൾക്കാര് പറയുന്ന റിവ്യൂകളും അതെ സിനിമയെ അതെ നശിപ്പിക്കുന്നു. അതെ ശരിക്കും ഈ OTT മൂവി കാണാൻ അല്ലെങ്കിൽ റിവ്യൂകളൊക്കെ ശരിക്കും സിനിമയെ നശിപ്പിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ഈ ബിസിനസ് ആണല്ലോ ഇത്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ ഈ സാറ്റലൈറ്റും ഇല്ല, ഒന്നുമില്ല, തിയേറ്റർ കളക്ഷൻ മാത്രമാണ്. പിന്നെ ഓഡിയോ റൈറ്റ് ആണ് പിന്നെ ഉള്ളതാണ്. അത് കഴിഞ്ഞിപ്പോൾ ഓഡിയോ റൈറ്റ് ഇല്ല, ഇതൊന്നുമില്ല. പിന്നെ അത് സാറ്റലൈറ്റ് വന്നു. സാറ്റലൈറ്റ് വന്നിപ്പോൾ OTT ആയി, ഔട്ട്സൈഡ് ഇത് വന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ കോസ്റ്റ് കൂടി. പണ്ടുള്ള പടത്തിൻ്റെ എത്രയോ ഇരട്ടി ചിലവാണെന്നറിയോ സിനിമ ഇപ്പം ചെയ്തു വരണമെങ്കിൽ. ഒരു ചെറിയ പടം പോലും വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പടത്തിന് ഇതുപോലുള്ളൊരു റിട്ടേൺ കിട്ടുമെന്നും പറഞ്ഞാണ് എല്ലാവരും പടമെടുക്കുന്നത്. പക്ഷേ 100-ൽ ഒരു 5% കൂടുതൽ പടങ്ങൾക്ക് അതിൻ്റെ റീഫണ്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ റിവ്യൂകളും കൊണ്ടും കുറെ പടങ്ങൾ നശിച്ചു പോകുന്ന അത് ഉണ്ട്. അത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പടം കാണാതെ റിവ്യൂ ചെയ്യുന്നതിനോട് യോജിപ്പില്ല. പടം കണ്ടിട്ട് റിവ്യൂ ചെയ്യാം, പടം കാണാതെ പറയരുത്. കാണാതെ നമ്മൾ എന്താ പറയുക, കണ്ണടച്ച് നമ്മളൊരു മാവേലിട്ട് എറിയുന്നതിനേക്കാൾ മാങ്ങ കണ്ട് എറിയും, അതാണ് നല്ലത്. അല്ലാതെ വെറുതെ ഒരു എറിയുന്നതിനോട് താല്പര്യമില്ല. ഇപ്പൊ ചേട്ടനാണെങ്കിലും ചേട്ടൻ ഒപ്പീനിയൻസ് ഭയങ്കര ഓപ്പൺ ആയിട്ട് പറയുന്നതാണ്. അപ്പോ ഈ അടുത്തിപ്പോ നടന്ന ഇഷ്യൂസും എല്ലാം അങ്ങനെയാണ്. അപ്പൊ എന്തെങ്കിലും സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്? സ്വന്തം ഒപ്പീനിയൻ പറയുന്നത് ഒത്തിരിയുണ്ട്. എന്നെ ഭയങ്കരമായിട്ട്, കാരണം നമ്മൾ പറയുന്നത് എപ്പോഴും സർക്കാർ ആരാണ് ഭരിക്കുന്നത് അവർക്കെതിരെ ആയിരിക്കും. ഭരിക്കുന്നത് ആരാണെന്നുള്ളതല്ല, അതേത് പാർട്ടി എന്നുള്ളതല്ല. നമ്മൾ ഭരിക്കുന്നവരോടല്ലാതെ വഴിയെ പോകുന്നവരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ പറയുന്നത് ഭരിക്കുന്ന ഭരണകർത്താക്കളോടാണ്. അവരാണ് നമുക്ക് ചെയ്തു തരേണ്ടത്. അപ്പോൾ അവരോട് പറയുമ്പോൾ ആ പൊളിറ്റിക്സിനെതിരാണെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. കർഷകരിൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ നെൽകർഷകരിൽ ഒരു 75%-ഉം അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. എന്നിട്ട് എന്തുകൊണ്ട് അവർക്കത് ചെയ്തു കൊടുക്കുന്നില്ല എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് അതിനകത്തെ ആ ഒരു വൈരുദ്ധ്യം മനസ്സിലാവാതെ വരും. പക്ഷെ പലപ്പോഴും നമ്മളിപ്പോ ഉള്ള കാര്യം അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ഇപ്പൊ ഭരിക്കുന്ന പാർട്ടി നോക്കിയിട്ടല്ല എന്ന് പറയുന്നത്. അപ്പൊ ഓപ്പൺ ആയിട്ട് അങ്ങനെ പറയുമ്പോഴും ഇന്ന പാർട്ടിയിൽ പെട്ട ആൾക്കാരാന്ന് പറഞ്ഞിട്ട് സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഒരു ജയസൂര്യയായിട്ടൊക്കെ ഇഷ്യൂലൊക്കെ വളരെയധികം ഇതുണ്ടായി. നമ്മളിതൊന്നും അല്ല, ഓണം വരുന്നു, പൈസയുടെ ഇത് വരുന്നു, ജയസൂര്യയുടെ ഇഷ്യൂ വരുന്നു, പുതുപ്പള്ളി ഇലക്ഷൻ നടക്കുന്നു. ഇതൊന്നും നമ്മൾ കണക്കൂട്ടി ചെയ്തതല്ല. കർഷകന് 5-6 മാസമായിട്ട് പൈസ കിട്ടാതെ വന്നപ്പോൾ അത് ഓണമായി, പുതുപ്പള്ളി ഇലക്ഷൻ വന്നു. ഇതൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല, ഇതൊക്കെ സംഭവിച്ചു പോയി. അപ്പോൾ അതിനെ നമ്മളെ ഭയങ്കരമായിട്ട് പൊളിറ്റിക്കലി ഒക്കെ അറ്റാക്ക് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, നല്ലത് അമ്മയെ തല്ലിയാലും 2 വർഷം എന്നല്ലേ പറയാ. അമ്മയെ തല്ലിയാലും 2 വർഷം എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനകത്ത് തീർച്ചയായും അതിൻ്റെ നല്ലതിൻ്റെ കൂടെ നിൽക്കും. നല്ലതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ സൈബർ അറ്റാക്കിന് കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് ട്രോൾസ് ഇറങ്ങിയത്. അപ്പൊ ഒരു ട്രോൾ ഇപ്പൊ കാണിച്ചത്, അപ്പൊ ഇത് കണ്ടിരുന്നോ? ബാദുഷാഖാൻ. അപ്പൊ ഇത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? അല്ല, ഈ കൊറോണ സമയത്ത് ഒത്തിരി പേര് ഈ ഇതുപോലുള്ള റീൽസുകൾ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി പേര് അതുമായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പടം എന്ന് പറയുന്നത് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു പടമാണ്, ചാവേർ പടം എന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്ത് ആ ക്യാരക്ടർ എങ്ങനെയാണെന്നറിയില്ല, അത് ഈ പറഞ്ഞ ഈ ആൾക്കാർ അത് ട്രോളാക്കി ഇത് ചെയ്തു. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഹിറ്റായ ഒരു സംഭവമായി ബാദുഷാഖാൻ എന്ന് പറയുന്ന സാധനം. ഇപ്പം ഞാനൊരു പടത്തിൽ ചെയ്യുന്നുണ്ട്, ഒമർ ലുലുവിൻ്റെ ഒരു ബാഡ് ബോയ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഈ ക്യാരക്ടറിൻ്റെ ഒരു സിമിലാരിറ്റി ഉള്ള ഒരു ക്യാരക്ടർ അതിനകത്ത് ചെയ്തിരിക്കും. അപ്പോൾ അവരും കണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവം കണ്ട എന്നെ വിളിച്ചിരിക്കും. അതെ അതെ. അല്ല, ചിലപ്പം ഞാൻ ചോദിക്കുന്നത്, ചിലപ്പം പുതിയ തലമുറയിൽ എന്നെ അറിയാത്തവർ കാണും. അപ്പോൾ എന്നെ അറിയാത്തവർ അറിയാൻ ചിലപ്പോൾ ഇതൊക്കെ ഒരു കാരണമാകും. നമ്മൾ എപ്പോഴും ഇപ്പം പണ്ട് പറയുമായിരുന്നു, ഏറ്റവും വലിയ ഗായകനായ അദ്ദേഹത്തോട് ഫ്ലൈറ്റിൽ പോയപ്പം അടുത്തിരുന്ന ആൾ ചോദിച്ചു എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ച കാലമാണ്. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റും, നമ്മളെല്ലാവരും അറിയണമെന്നും നമ്മൾ എല്ലാത്തിൻ്റെയും സർവജ്ഞ പീഠം കയറിയ ഒരാളാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ എല്ലാവരെ പോലെ നല്ലതും ചീത്തയും അനുഭവിച്ച് അറിഞ്ഞ് എന്നാൽ ചില കാര്യങ്ങളിൽ പ്രതികരിക്കും. അത് നമ്മുടെ ഒരു
എന്താ പറയുക ജന്മനയുള്ള ഒരു കാര്യമാവാം. അതിനകത്ത് നമ്മൾ ഗുണം ദോഷം അതിൻ്റെ ബെനിഫിറ്റ് നോക്കിയിട്ടല്ല, അതിൻ്റെ റിയാലിറ്റി നോക്കി മാത്രമാണ് പറയുന്നത്. റിയാലിറ്റി നോക്കി ഇപ്പൊ നമ്മുടെ സിനിമയാണെങ്കിൽ റിലീസ് എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? അല്ല, എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പുതിയ ഇതിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആക്ഷനും ക്രൈമും ഒക്കെയുള്ള പടങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായ ഒരു പടമാണ് മായമ്മ. തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം, അത് വിജയിപ്പിക്കണം. നന്ദി. സാർ പറഞ്ഞ പോലെ തന്നെ പടം വൻ വിജയകരമായിട്ട് ആശംസിക്കുന്നു. സാറിന്റെ അപ്കമിങ് മൂവീസിനും ഇനിയും നല്ല റോൾസ് കിട്ടാനും ആശംസിക്കുന്നു. സന്തോഷം.